തുടർച്ചയായ 4 വമ്പൻ കത്തിക്കൽ സിനിമയ്ക്ക് ശേഷം ലാലേട്ടന്റെ വരാനിരിക്കുന്ന സിനിമയാണല്ലോ അതിമനോഹരം. സിനിമയുടെ പുതിയ ഷൂട്ടിംഗ് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. നിലവിൽ സിനിമയുടെ 90 ദിവസത്തെ ഷൂട്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സിനിമയ്ക്ക് ഷെഡ്യൂൾ ബ്രേക്കാണ്. ജൂലൈ പകുതിയോടെയായിരിക്കും സിനിമയുടെ ബാക്കി ദിവസത്തെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. 30 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് സിനിമയ്ക്ക് ഇനി ബാക്കിയുള്ളത്. മുംബൈ, ഹൈദരാബാദ്, കൊച്ചി, തൊടുപുഴ ഇത്രയും സ്ഥലങ്ങളിലായിരിക്കും സിനിമയുടെ ബാക്കി വരുന്ന 30 ദിവസത്തെ ഷൂട്ടിംഗ് നടക്കുക. ഇത്രയുള്ള സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. വീണ്ടും അല്ലെങ്കിൽ ഒന്നും കൂടെ കേരളത്തിനെ കത്തിച്ച് കളയാമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലു അർജുന്റെ പുതിയ റീ റിലീസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആര്യയുടെ ഒന്നാം ഭാഗമാണ് ഈ പ്രാവശ്യം കത്തിക്കാൻ ഇറക്കി വിടുന്നത്. ഈ വരുന്ന ജൂലൈ 24 തീയതി സിനിമ റീ റിലീസ് ചെയ്യും. പക്ഷേ ഈ പ്രാവശ്യം കേരളത്തിൽ മാത്രമല്ല കത്തിക്കൽ, തമിഴിലും തെലുങ്കിലും കന്നഡയും കൂടിയുണ്ട്. അപ്പോൾ ആരൊക്കെ ഈ സിനിമ കാണാൻ പോകുന്നുണ്ടെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. OTT റിലീസ് ആയിട്ടും തിയേറ്ററിൽ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലേട്ടന്റെ ദൃശ്യം. പുതിയ സിനിമകൾ റിലീസിനുണ്ടായിട്ടും സിനിമയ്ക്ക് ഇന്ന് ഏകദേശം 4 ലക്ഷം രൂപയ്ക്കടുത്തോളം കളക്ഷൻ ഉണ്ട്. ഇന്നത്തോടെ സിനിമ ഏകദേശം 90 കോടി 4 ലക്ഷം രൂപയാണ് കേരളത്തിൽ മാത്രം കളക്ഷനായിട്ട് എടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 238 കോടി 65 ലക്ഷം രൂപയാണ്. 240 കോടിയിലേക്ക് എത്തുമോ ഇല്ലോ എന്ന് നമുക്ക് കണ്ടറിയാം. ഹോളിവുഡിൽ നിന്ന് കത്തിക്കാൻ തിയേറ്ററുകളിലേക്ക് വരാനിരിക്കുന്ന മാർവൽ മൂവിയാണല്ലോ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. സിനിമയുടെ കേരളത്തിലെ ആദ്യ ഷോ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ജൂലൈ 30 തീയതി രാവിലെ 7 മണിക്കാണ് സിനിമ കേരളത്തിൽ റിലീസ് ചെയ്യുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലുമായിരിക്കും സിനിമയ്ക്ക് റിലീസ് ഉണ്ടാകുക. അവസാനം രജനീകാന്ത് ഒരു സ്ഥലത്ത് നിന്നു. ജയിലർ 2ന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ ഏകദേശം കൺഫേം ചെയ്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞു ജൂലൈയിൽ വരുമെന്ന്, പിന്നെ പറഞ്ഞു സെപ്റ്റംബറിലായിരിക്കുമെന്ന്, പിന്നെ കൺഫേം ചെയ്തു ഒക്ടോബറിലായിരിക്കുമെന്ന്. ഇപ്പോൾ സിനിമയുടെ പുതിയ റിലീസ് ഡേറ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ദീപാവലി റിലീസായിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ്. ദീപാവലിയും കഴിഞ്ഞ് പൊങ്കലിലേക്ക് റിലീസ് മാറാതിരുന്നാൽ മതി. 3 പേരടങ്ങുന്ന ഒരു ചെറിയ ഫാമിലി. പക്ഷേ ഫാമിലിക്ക് ഒരു ചെറിയ പ്രത്യേകത ഉണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അടിയോടടി. അത് ആരാണെന്നത് നോക്കത്ത് പോലുമില്ല. അതായത് ബ്ലാസ്റ്റിന്റെ കളക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിനിമയുടെ 22 ദിവസത്തെ കളക്ഷനാണ് നോക്കാൻ പോകുന്നത്. കേരളത്തിൽ നിന്ന് 22 ദിവസം കൊണ്ട് 14 കോടി 78 ലക്ഷം രൂപയാണ് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് 31 കോടി 53 ലക്ഷം രൂപയും. അങ്ങനെ 22 ദിവസം കൊണ്ട് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് 75 കോടി 36 ലക്ഷം രൂപയാണ്. സിനിമ തിയേറ്ററുകളിൽ നിന്ന് 100 കോടി കളക്ട് ചെയ്യുന്ന കാര്യം കുറച്ച് പ്രയാസം തന്നെയാണ്. അപ്പോൾ സിനിമ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.